ഹലോ ഗായ്സ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെയും പരീക്ഷിക്കാത്തൊരു സംഭവം നമ്മുടെ പാറുമോൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പോവാം കേട്ടോ. വേറെ ഒന്നുമല്ല, കുറേ ദിവസമായി പറയുന്ന പനീർ ബട്ടർ മസാല വേണമെന്ന്. അതായത് ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി പാറൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ എന്തായാലും സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റില്ല, നോൺ ഒന്നും അല്ല ഇവിടെ അല്ല. അപ്പോൾ പനീർ വെച്ചിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ പനീറൊന്നും എനിക്ക് ഇഷ്ടമല്ല. ബട്ടർ മസാലയുടെ ആ ഒരു മസാലയും എനിക്ക് മീൻസ് ആ ഒരു ഗ്രേവിയും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ പാറൂസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസമായി യൂട്യൂബിൽ അതിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാനത് വെക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് നോക്കിയിട്ടില്ല, മീൻസ് ഇങ്ങനെ ആ ഒരു എന്തൊക്കെ ചേരുവകൾ ചേർക്കണം, ഇന്നത് കഴിഞ്ഞിട്ട് ഇങ്ങനെയെന്നൊക്കെ ഞാൻ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അതേ അമ്മയും ചേച്ചിയും, സോറി ചേച്ചി ഇത് വിളിക്കാൻ പാടില്ലെന്ന് കുറേ പേര് പറഞ്ഞു, നിങ്ങൾ ഒരേ പ്രായക്കാരല്ലെന്നൊക്കെ പറഞ്ഞിട്ട് 5 അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ വെള്ളപ്പത്തിന് കുറുക്കി വയ്ക്കുക കേട്ടോ. നേരത്തെ കുറുക്കി വെച്ചാലാണ് നമ്മൾക്ക് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ചെയ്ത് വെച്ചതാണ്, വേറെ ഒന്നല്ല. രാവിലത്തെ കേസ് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പിള്ളേർ എണീറ്റ് വാശിയാണെങ്കിൽ എൻ്റെ മേത്തൊക്കെ കയറി കെടുക്കുകയാണെങ്കിൽ എന്നെ വിടില്ല താഴത്തേക്ക്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാനൊന്നും നേരം ഉണ്ടാവില്ല. അതായത് ടിഫിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഫ്രൈയും സോസും കൊടുത്തയക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ട സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ തലേ ദിവസം തന്നെ ഞാൻ നന്നാക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം അതാണ് സേഫ്റ്റി. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് താഴത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഷടപടേന്നാക്കണം. പിന്നെ ഒന്നാമത് ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു സംഭവമാണ് ഞാൻ പരീക്ഷിക്കാൻ പോണത്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പോകുമ്പോൾ പലർത്തും സൈം സ്ലിപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ അതേ ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ കോളിഫ്ലവർ നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകുക കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പുഴുക്കൊത്ത് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഉപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്നും കൂടി ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, ഈ സവാള അരിഞ്ഞത് ഞാനൊരു ബോക്സിലേക്ക് ആക്കി വെക്കുകയാണ്. കാരണം ഒരു വലിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ സ്മെല്ലടിക്കും ബാക്കിയുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും. അപ്പം നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളി പനീർ ബട്ടർ മസാലയ്ക്കും വേണം, പ്ലസ് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതുണ്ടാക്കാനും വേണ്ടിയിട്ടും സംഭവം വേണം. അപ്പം ഞാൻ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി സെറ്റായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 3 വലിയ തക്കാളിയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പനീർ ബട്ടർ മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനീർ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് തക്കാളിയുടെ ഒരു നല്ല തക്കാളി ആയിരിക്കും, നല്ല മധുരമുള്ള തക്കാളി ആയിരിക്കണം. പക്ഷെ ഇത് ഒരു മധുരം ഫീൽ ചെയ്യുന്നില്ല, കുറച്ച് പുള്ളിയുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ പിറ്റേ ദിവസം, അതായത് ഇന്ന് ട്രൈ ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ 5 പേസ്റ്റ് ഉണ്ടാക്കി തരാണ് എനിക്ക് കോളിഫ്ലവറിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ കോൺഫ്ലവർ എടുക്കുക, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. അപ്പം ഞാൻ നോക്കിയപ്പോഴും കോളിഫ്ലവറിൽ കുറച്ച് 2-3 ഉച്ചിനൊക്കെ ഉണ്ടോ. അപ്പോൾ അതെന്തായാലും അരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് അരിച്ചിട്ട് ആട്ടെ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടണത്. അപ്പോൾ കാരണം ഉണ്ണികൾക്ക് കൊടുത്തയക്കണതല്ലേ. അതിലേക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേറെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് ഗരം മസാലയാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവർ ഒന്ന് മുൻനിരയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒരുവിധം അറിയാലോ, ഒരുവിധം അത് മുക്കി പൊരിക്കേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നിർത്തുക. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി വെള്ളം കൂടി പോയിട്ടാണ് മാവിലേക്ക്. ഞാൻ ഇട്ടതിന് ശേഷം കുഴച്ചപ്പോഴാണ് എനിക്ക് ആ ബോധം ഓടിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമായിട്ട് ഇങ്ങനെ മാവ് നിൽക്കുന്നതിലേക്ക് കുറച്ചുകൂടി കോൺഫ്ലവർ ഇട്ടിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി സെറ്റാക്കി എടുത്തു എന്ന് തന്നെ പറയാം ഗൈസ്. ഇതിലേക്ക് കളർ ആഡ് ചെയ്യുന്നു, പക്ഷേ കളർ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കളർ ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ച് മാവൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ അപ്പം തന്നെ കഴുകി മീൻസ് തുടക്കുക കേട്ടോ. എനിക്ക് പറഞ്ഞ പോലെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പം ഞാനത് ചെയ്തു പോകും, വേറെ ഒന്നുമല്ല. എനിക്ക് ഭയങ്കര ടെൻഷനോ ലാസ്റ്റ് ഇത് ഫുള്ള് ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ എടുക്കുമ്പോൾ ഇതിന് ഫുള്ള് ലാസ്റ്റ് ഇതെല്ലാം കൂടി വൃത്തിയാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എപ്പോഴും എനിക്ക് പറ്റാറില്ല അപ്പം തുടച്ചു പോകാനായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ചീഞ്ചട്ടി വെച്ചപ്പോഴാണ് നമ്മുടെ ഓയിൽ ഉണ്ടായിരുന്നില്ല. ഓയിൽ പുതിയത് പൊട്ടിച്ചൊഴിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചീഞ്ചട്ടി വെച്ചിട്ട് ഇപ്പോൾ കരിയോല വേഗം ഒഴിച്ചു. എന്നിട്ട് ഞാൻ കണ്ട കുറച്ച് വീഡിയോസിൽ ബട്ടർ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് അതിലേക്കാണ് ബട്ടർ ഇട്ടത്. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ചിലവർ പറയുന്നുണ്ടായിരുന്നു
ബട്ടർ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബട്ടർ കരിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾക്കൊക്കെ അറിവുള്ളവരാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നല്ലത് വേഗം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അമൂലിൻ്റെ ആട്ടോ ഞാൻ ഇന്നലെ വാങ്ങിച്ചു വന്നതാണ്. ഇനി ഇതിലേക്ക് 2 കരയാമ്പൂ എന്നല്ല പറയാം, 2 എണ്ണല്ല 5 കരയാമ്പൂ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം എന്താ ആഡ് ചെയ്ത് സവാള, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ അരിഞ്ഞ് വെച്ച സവാള എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ അങ്ങനെ തന്നെയാണ്, ചതയ്ക്കോ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ ആഡ് ചെയ്തു. കാരണം ഇത് നമുക്ക് ലാസ്റ്റ് മിക്സിയിൽ അടിക്കേണ്ട സംഭവം ആയതുകൊണ്ട് അങ്ങനെ ചതയ്ക്കൊന്നും വേണ്ട. ഇത് കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതും ഞാൻ ഇന്നലെ വാങ്ങിച്ചതാട്ടോ. ഒരു 10-15 കശുവണ്ടി ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചൊരു 5 എണ്ണം കൂടി കുറച്ചും കൊണ്ട് കുറച്ച് റിച്ച് ആയിക്കോട്ടെ കറി എന്ന് വിചാരിച്ചൊരു 5 എണ്ണം കൂടി, അതായത് ടോട്ടൽ 20 കാഷ്യൂനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്മിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ തക്കാളി നോക്കിയിട്ടാണ് എടുത്തത്, വലിയ സവാളയാണ്. എല്ലാതും 3 വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ തക്കാളി നല്ല പഴുത്ത് വയ്ക്കുകയാണെങ്കിലും കുറച്ച് മധുരം കുറവായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ. അപ്പോൾ ഇതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് കണ്ടറിയാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും ഒന്ന് സിമ്മിലൊന്ന് ഇട്ട് വെക്കാട്ടോ, ഒന്ന് വേവണം. ഇതെല്ലാതും കൂടി കാഷ്യൂനട്ട് ആയാലും ഒന്ന് വേവണം, നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണ്ടല്ലോ. ഇത് നമ്മുടെ കോളിഫ്ലവർ വറക്കാനുള്ള പാൻ വെച്ചതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മൾക്ക് ഒരു സവാളയും കൂടി ആവശ്യമുണ്ട്, നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തൊരു സവാളയും കൂടി വേണം. അപ്പോൾ ഒരു കുഞ്ഞി സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സത്യത്തിൽ എനിക്കൊരു മണ്ടത്തരം പറ്റിക്കായി, ചീഞ്ചട്ടിയിലാണ് നമ്മുടെ കോളിഫ്ലവർ വറക്കേണ്ടത്. പക്ഷെ ഞാൻ എന്തൊരു ഓർമ്മയില്ല, മീനായാലും മുട്ടയ്ക്കായാലും ഇതിലാണ് കണ്ടോ, എനിക്ക് ഒരു സ്ലോ മോഷൻ വന്നു, ഇതിലാണ് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഇതിൽ ഓർമ്മയിൽ ഞാൻ ഇതിൽ വറുത്ത് പോയതാണ്. അപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇടണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കിയാലോ. പിന്നെ ട്രൈ ചെയ്ത് നോക്കാനുള്ള സമയമുള്ളൂ, പാറൂസിന് കൊടുത്തയക്കണ്ടേ. അപ്പം അപ്പം തന്നെ ഞാൻ വേറെ ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് പകർത്തിട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു ഇതിൽ ചോപ്പിംഗ് മെഷീനിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. എത്ര സിമ്പിളാന്ന് പറയുന്നത്, സാറ് സമയം കൊണ്ടാണ് അതങ്ങോട്ട് ആയി കിട്ടിയത്. ഞാനിതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ചാണ്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുക്കുക. വേണ്ടവർ വാങ്ങിച്ചോളൂ, നിസ്സാര പൈസയുള്ളൂ കേട്ടോ. നല്ല സാധനമാണ്, ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കോളിഫ്ലവർ ആയിട്ടുണ്ട്, നമുക്കത് വറുത്ത് കോരാം. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. പിന്നെ ഞാനത് ആഡ് ചെയ്യാൻ നിന്നില്ല, കാരണം കുഴപ്പമില്ല, ഉപ്പിൻ്റെ കുറവല്ലേ ഉള്ളൂ. പിന്നെ അധികം എരിവൊന്നും ഇടാൻ നിന്നില്ല, അവൾക്ക് കുറച്ച് എരിവ് സീനായതുകൊണ്ട്. പിന്നെ രണ്ടാമത് സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില ടൈമിൽ നമ്മുടെ അല്ലും അതിനും കാശുകൂട്ടനൊക്കെ കഴിച്ചോളും. കാശുകൂട്ടൻ എപ്പോഴായാലും കഴിച്ചോളും, അല്ലു സൈനസും ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചോളും. അതെ, ഒട്ടും ഇല്ലെങ്കിൽ ബാക്കി ഒരു 2-3 പീസൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് ഭയങ്കര ആക്രാന്തായിരിക്കും കഴിക്കാനായിട്ട്. അതേപോലെ അവർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും. അപ്പം ഞാനിവിടെ നോക്കിയപ്പോഴും നമ്മുടെ ഏകദേശം വെന്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു പോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ വലിയ പോൺ എടുത്തതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്, ബിക്കോസ് ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. ചൂടോട് കൂടിയിട്ട് മിക്സിയിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ബാക്കിയുള്ള ചീഞ്ചട്ടിയുള്ള ബാക്കിയുള്ളതും കൂടി ആ പോണിലേക്ക് തട്ടിയിട്ട് വേറൊരു പോണിയിൽ വെള്ളം നിറച്ചിട്ട് ഇത് ചൂടാറ്റം വെക്കാനാണ്. കാരണം ഇത് താനിരുന്ന് ചൂടാറുള്ള സമയമില്ല, കുട്ടിക്ക് വേഗം പോകണം. എനിക്ക് ടെൻഷനുള്ള ഒന്നാമത് ഞാനിത് ട്രൈ ചെയ്യാത്തൊരു സംഭവം ആയതുകൊണ്ട്. ബാക്കി വല്ല നോണോ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല, ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഒപ്പിച്ചെടുക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം മറന്നുപോയി, ഫ്രീസറിൽ നിന്ന് നമ്മുടെ പനീർ എടുത്തു വയ്ക്കാൻ മറന്നുപോയി. അപ്പോഴാണ് എനിക്ക് ഓടിയത്, കാരണം ഇത് മുറിക്കാനായിട്ട് പറ്റില്ല, ഫ്രീസായിട്ടിരിക്കുക. ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഈ പനീറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഉള്ള ആ ഒരു സവാള, തക്കാളി, കാഷ്യൂനട്ടിൻ്റെ ഒരു പേസ്റ്റ് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ആ ഒരു ക്രീമി ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ടെൻഷൻ അടിച്ച് പോയി, കാരണം പനീർ എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര ഫ്രീസിങ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ഒരു ബുദ്ധി തോന്നിയത്, കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത് ഇട്ട് വയ്ക്കാന്ന്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ. അപ്പം ഞാൻ നേരത്തെ വെച്ച ചീഞ്ചട്ടിയിൽ കുറച്ച് ഓയിലും അതിന് ശേഷം ബട്ടർ ഇടാൻ, ബട്ടറാണ് ഇതിൻ്റെ താരം കുറച്ചൊരു ആ ഒരു ടേസ്റ്റും മുന്തി നിൽക്കണം. പിന്നെ അതിലേക്ക് കറുകയില അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ബ്രൗൺ കളർ, നന്നായിട്ട് വാടി കരിയാൻ നിൽക്കുന്നുണ്ട്, ഒന്ന് കടിക്കാൻ പാകത്തിന്, മനസ്സിലായല്ലോ, അങ്ങനെ വയ്ക്കുക. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുക. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടിയൊക്കെ കുറച്ചേ ചേർത്തുള്ളൂ. പിന്നെ ഗരം മസാലപ്പൊടി, കാരണം ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കറിയില്ല ഇത് കുറവ് ചേർത്താലാണോ കൂടുതലൊക്കെ ചേർത്താലാണോ രസം എന്നിട്ടാ. അതിനുശേഷം അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ആ ഒരു കുഴമ്പ് രൂപത്തിലുള്ള നമ്മുടെ തക്കാളി, സബോള, കാഷ്യൂനട്ടിൻ്റെ ആ ഒരു സംഭവം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം
വെള്ളവും ചേർത്തു. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കാം തിക്കാക്കാനൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അതും നമ്മൾ അടച്ച് വെക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഒരു ടേസ്റ്റ് വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. മീൻസ് അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ആ ഒരു ടേസ്റ്റ് കിട്ടും. കാരണം നോണൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓക്കെയാണത്. ഇതെനിക്ക് എന്താ പറയുക ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ സമയം 7:45 കേട്ടോ. ഞാൻ എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയി. കാരണം 8:45 അവൾക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഇത് എന്താണെന്ന് അറിയില്ലല്ലോ. ഇത് കൊളായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് കൊടുത്തയക്കുന്നൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ആദ്യം ഞാൻ ട്രൈ ചെയ്തിട്ട് കുട്ടിക്ക് കൊടുത്തയക്കണമായിരുന്നൊക്കെ വിചാരിച്ചു. എന്തായാലും ഓക്കെയാണ്. ഇപ്പം ആ ഒരു പാകം സെറ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റ് ടൈമാണ് നമ്മുടെ പനീർ ആഡ് ചെയ്യേണ്ടത്. ഞാനിത് ജസ്റ്റ് ഒരു വലിയൊരു ക്യൂബ് മാത്രമേ നല്ല അമൂലിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. ഒരെണ്ണം കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേണ്ട, ഫസ്റ്റ് ട്രൈ അല്ല, അപ്പോൾ ഒരുപാട് ഉണ്ടാക്കേണ്ട. ഇതിപ്പോൾ നമുക്കൊരു 6-7 പേർക്ക് ഈ ഒരു കറി കഴിക്കാം കേട്ടോ. ആ ഒരു ക്വാണ്ടിറ്റിൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിങ്ങനെ പൊടിയാണ്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മളിത് അടച്ചു വെക്കണം. കാരണം ആ ഒരു പനീറിൻ്റെ ക്യൂബ്സിലേക്ക് ഇതെല്ലാം പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി അടുത്തതാണ് ഇതിലത്തെ മെയിൻ താരം, മറ്റേ കസൂരി മേത്തി. അത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ച കേട്ടോ. അച്ഛനാണെങ്കിൽ ഒരു വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് കുറച്ച് ഉപ്പുള്ള ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതങ്ങനെ തന്നെ കറിയിലേക്ക് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ കണ്ട വീഡിയോസിൽ അതും ഉണ്ടായിരുന്നു. പ്ലസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. കുഞ്ഞ് പാൻ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അത് പൊടിച്ചിടാം. അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, പൊടിച്ചിടും. അതല്ലാതെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നേരെ എടുത്തിടണ്ട, ഒരു സുഖം ഉണ്ടാവില്ല. അത് വേറെ ഏതെങ്കിലും ഒരു കറിക്കൊക്കെ ആയിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കുഞ്ഞി പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം ആ ഒരു കസൂരി മേത്തി എടുത്തിട്ട് ഒന്ന് ചൂടാക്കാം കേട്ടോ. അപ്പോൾ ഈ പാനും നല്ല പാനാണ്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, ചുമ്മാ പറയല്ല കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണെന്ന് പറയില്ലേ. നിസ്സാരം 100 സംതിങ് ഉണ്ടായുള്ളൂ. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. വേണ്ടവർ വാങ്ങിച്ചോളൂ, നല്ലതാണ് കൂട്ടാനൊക്കെ കാച്ചാനൊക്കെ ആയിട്ടായാലും. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും കുറച്ച് ചായ കുടിക്കട്ടെ. എനിക്ക് കുറച്ച് ആശ്വാസമായി ഗൈസ്. വെള്ളപ്പം ഇത്രയായിട്ടും പൊന്തിയിട്ടില്ല. ഒരു 8:15 ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. പാറൂസിന് ആണ് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, കാരണം അവൾക്ക് ചായ കുടിക്കേണ്ടത്. ഞാൻ ആദ്യം ഫ്ലാസ്കിന് ചായ എടുത്തപ്പോൾ നിറച്ച് ഉറുമ്പായിട്ടാ. രണ്ടാമത് ഞാൻ ചായ എടുത്തപ്പോൾ ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് കയറി ചെയ്തിട്ട് വീണ്ടും ഉറുമ്പായിരുന്നു. മൂന്നാമത് ഞാൻ കുറേ തട്ടി എന്നാലും 2-3 ഉറുമ്പുണ്ടായിരുന്നു. അത് കൈ കൊണ്ടൊക്കെ മാറ്റിയിട്ട് പിന്നെ നേരത്തെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരെണ്ണമൊക്കെ എടുത്ത് കഴിച്ചു. നമ്മുടെ ചെക്കന്മാർ ഇതിലായിട്ട് എണീറ്റിട്ടുണ്ട്. നിഖിൽ ചേട്ടൻ മാറി ഓരോരുത്തരത്തൊക്കെ എടുക്കും. താഴത്തെ ഒരാളെടുത്ത് പോവും. മീൻസ് താഴത്തൊരു ബെഡ് ഇട്ടിട്ടുണ്ട്, അവിടെ ആയിട്ട് അവിടെ കയറി കിടക്കും. മുകളിലല്ലിട്ട് മുകളിലെടുത്ത് അവൻ്റെ കൂടെ കിടക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ചേട്ടൻ പെട്ടു. ഞാൻ നേരത്തെ എനിക്ക് വരുമ്പോഴൊക്കെ 2 പേര് മാറി എണീറ്റിട്ടുണ്ടെങ്കിൽ കഷ്ടകാലം. അതിപ്പോൾ നിഖിൽ ചേട്ടൻ നേരത്തെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് സെയിം അവസ്ഥയാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ കണ്ടില്ല. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസൂരി മേത്തി ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്ട് ഒന്ന് തൂവി കൊടുത്തു. അതും ഞാൻ ഒരു ആവറേജ് ആ രീതിയിലാണ് ഇട്ട് കൊടുത്തത്. വേറെ ഒന്നല്ല, ഫസ്റ്റ് ടൈമാണ്. കുറേ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ മുൻതൂക്കത്തിൽ നിൽക്കണ്ടെന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് പണിയാണ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ആ ടേസ്റ്റ് വന്നോ എന്നും എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ വീഡിയോയിലൂടെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ തോന്നുമെങ്കിലും നമ്മൾ മിക്കവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സംഭവം അതേ രീതിക്ക് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയിലായിരിക്കും നമ്മൾ, അല്ലേ. അപ്പോൾ അത് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി പാറക്കുട്ടന് ടിഫിൻ ഇടാം നമുക്ക് കോളിഫ്ലവറും പ്ലസ് അവൾക്ക് സോസ് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ സോസ് അധികം കൊടുത്താലും ശരിയാവില്ല. പക്ഷേ സോസ് ഇല്ലാണ്ട് അവൾ തിന്നയില്ല, എന്തെങ്കിലും തിന്നേണ്ട പിള്ളേർ. അപ്പോൾ കുറച്ച് സോസൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ടിഫിൻ അങ്ങനെ സെറ്റ്, നമ്മുടെ ലഞ്ചും സെറ്റ് തന്നെയാണ്. ഇനി അമ്മ വന്നിട്ടുണ്ട്, കുളിച്ച് വന്നിട്ടുണ്ട്. അമ്മീനെ വെള്ളപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പൊന്തിട്ടുണ്ടോയെന്ന്. അപ്പോഴേക്കും നമുക്ക് പാൽ ചായ വെച്ച് വയ്ക്കാം. അറിയാലോ ഗൈസ്, ഓൾവേസ് എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇവിടെ കട്ടൻ ചായ പാൽ ചായ 2 തരം ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 തരം ചായകൾ നമ്മൾ വെച്ച് വയ്ക്കുക. പപ്പ എന്ത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവ് പൊന്തിയിട്ടുണ്ട്. അപ്പം അമ്മ അടിപൊളിയായിട്ട് വെള്ളപ്പം ഉണ്ടാക്കും കേട്ടോ. നല്ല വലിയ വെള്ളപ്പം, നല്ല രീതിയിൽ കന്നും കുറവിൽ ഉണ്ടാക്കും. ഞാൻ കാണിച്ചു തരാവേ. നമ്മളിവിടെ പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് കൂട്ടി വെക്കുന്നത്. കുറേ പേര് അരച്ചു വെച്ചിട്ടുണ്ടാക്കും. അതൊക്കെ മീൻസ് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഇത് നല്ല അപ്പപ്പൊടിയാണ്, അടിപൊളിയായിട്ട് നമുക്ക് വെള്ളപ്പം കിട്ടും. ഇവിടെ വെള്ളപ്പത്തിൻ്റെ കൂടെ മിക്കതും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിരിക്കും, മുട്ടക്കറിയൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് പാറൂസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചാണ് ചൂടാറാൻ വേണ്ടിയിട്ട് കറി. അപ്പോൾ ആദ്യത്തെ വെള്ളപ്പം തന്നെ അവൾക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 1.5 വെള്ളപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അവൾ ഒരുക്കത്തിലാണ് ഗൈസ്. ഇതേ മുടിയൊക്കെ ഇപ്പോൾ എന്നും മുടി മുടഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം മുടിയൊക്കെ ഇപ്പോൾ വലുതായതുകൊണ്ട് ഇതേപോലെ. അപ്പോൾ ഞാനും അഞ്ചുക്ക് പറയായിരുന്നു, നമ്മൾ ഇതേപോലെ ഇല്ലായിരുന്നു ഇങ്ങനെ മുടിയൊക്കെ മുടഞ്ഞിട്ട് മുകളിൽ റിബണൊക്കെ കെട്ടിയിട്ട്. അന്ന് പിന്നെ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ എഴുതിയിട്ടാണ് പോവുക. കാരണം ആ സ്കൂളിലൊന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനും അഞ്ചും കഴിയുമ്പോൾ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ വലിയ രീതിക്ക് ഞാൻ കണ്ണൊക്കെ എഴുതി എൻ്റെ വീട്ടിൽ ചെമ്പകൊക്കെ ഉണ്ടാണെങ്കിൽ ചെമ്പകം ഒരു 10 തലയിൽ കുത്തിയിട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാ.
പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സിലെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് എന്താ പറയാ, ഈ അമ്പഴങ്ങ ഒക്കെ ഉണ്ടല്ലോ, ചില പിള്ളേര് അമ്പഴങ്ങ ഇങ്ങനെ ഇങ്ങനെ ചോറിൽ ഇങ്ങനെ വെച്ചിട്ട് വരും. അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്കും കൂടെ കണക്കാക്കിയിട്ടായിരിക്കും കിട്ടുക. മുട്ടപ്പുണ്ടെങ്കിൽ അങ്ങനെ ഈ മക്കൾക്ക്, അതായത് നമ്മൾ വിചാരിക്കുന്ന നമുക്ക് കിട്ടാത്തത് എന്തോ നമ്മുടെ മക്കൾക്ക് കിട്ടണം. പക്ഷെ ഇവരൊന്നും ഇവർക്ക് കിട്ടി അവർക്ക് ഒരു താല്പര്യമില്ല. അവർക്ക് ഒന്നിനൊരു കൊതി വന്നിട്ടില്ലല്ലോ. പഞ്ഞല്ലേ കൊതി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയും അവർക്ക് ആ സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ അച്ഛനമ്മമാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും സാധിച്ചു തരില്ല. സാധിച്ചു തരാനുള്ളൊരു അവർക്ക് അവസ്ഥ നമ്മൾ ചോദിക്കുകയില്ല. അത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ചോദിക്കുകയില്ല, ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊന്നും ചോദിക്കുകയില്ല. ഇവിടെ പാറുവിനോട് ഞങ്ങൾ പറയും, പാറിന് പിന്നെ എവിടെ നിന്നോ കേറിയിട്ടുണ്ട് അച്ഛന്റെ പൈസ എന്നുള്ളൊരു സാധനം, എവിടെ നോക്കിയോ കേറിയിട്ടുണ്ടാക്ക്, അച്ഛന്റെ പൈസ കളയണ്ട എന്നൊരു സാധനം. ചിലപ്പോ എന്താ കാര്യം പോലെ അറിയുന്നുണ്ടാവില്ല ഗീത്തു. ആ പറഞ്ഞ ഡയലോഗിന്റെ അർത്ഥം പറയും, അച്ഛന്റെ പൈസ വെറുതെ കളയണ്ട, ചാച്ചന്റെ ഒക്കെ കഴിച്ചോളാം. അങ്ങനെ എന്താ പറയാ, ചാച്ചന്റെ പൈസ ചാച്ചന്റെ ഉണ്ടോ, ചാച്ചനെ കൊണ്ട് പുറത്ത് പോയിക്കാ ഇതേ പാറൂസിന് വാരി കൊടുത്തോണ്ടിരിക്കട്ടെ. അപ്പൊ കുറച്ച് എരിവ് മീൻസ് എനിക്ക് കുറച്ച് എരിവും പുളിയും ഉപ്പൊക്കെ കുറച്ച് കൂടുതൽ വേണം. അപ്പം ഭയങ്കരമായിട്ട് എരിവില്ല, പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് കഴിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടവാണ് കേട്ടോ. അപ്പം ഇച്ചിരി എരിവുണ്ട്. മാം എന്തൊട്ട് ഇതിൽ അരച്ചു കൂട്ടിയതൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേങ്കിൽ ഇതൊക്കെ വെറുതെ അടവാണ്. അതായത് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ്. പക്ഷേങ്കിൽ ആ ഒരു വെള്ളപ്പം ഫുള്ള് അവള് കഴിച്ചു കേട്ടോ. അപ്പം തന്നെ ഒരു സന്തോഷമായി. പിന്നെ ഞാൻ ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തില്ലേ, പഞ്ചുന് മാത്രം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പഞ്ചു പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇത് കുറച്ച് പുളി ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ എടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ച് എടുക്കും അത്. അപ്പോൾ അവളുടെ ലഞ്ചും കൂടി നമുക്കതൊന്ന് പാക്ക് ചെയ്യാം. ഇതേപോലെ വെള്ളപ്പായാലും ദോശയായാലും എന്ത് സംഭവമായാലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. പൂപ്പർ ഇങ്ങനെ വലിയ വെള്ളപ്പാണ് ഇങ്ങനെ പൊട്ടിച്ചൊന്നും കഴിക്കില്ല സെൽഫായിട്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കും. അതിലേക്ക് കുറച്ച് നമ്മുടെ കറി ഉണ്ടാക്കി വെച്ച കറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മധുരം ഞാൻ ആഡ് ചെയ്തു, അഥവാ അവൾക്ക് ഒരു ഫീൽ ചെയ്യേണ്ട കഴിക്കാതിരിക്കണ്ട വെച്ചിട്ട് ഇച്ചിരി കൂടി മധുരം കൂടി ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ലഞ്ചും ടിഫിനും ഒക്കെ സെറ്റാണ്. അതിന് ഇതേപോലത്തുള്ള വലിയൊരു ടവലിൽ പൊതിഞ്ഞിട്ട് ബാഗിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ പാർക്കുട്ടനും സെറ്റാണ്. ഇവിടെ എത്ര പെട്ടെന്ന് അറിയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തിയത്. ഇന്നലെ LKG പോയ പോലെ ഉണ്ട്. 2 കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം അടുത്ത കൊല്ലം എന്തേ നമ്മുടെ പിള്ളേരും പോവും. ഭാഗ്യം എന്തൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു അഭിപ്രായം സത്യസന്ധമായി പറയണ, കമന്റ് വരരുത് ചേച്ചി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ചെയ്ത്, അങ്ങനെയല്ല. അഭിപ്രായം ഇവിടെ ആരുണ്ടാക്കിയിട്ട് സത്യസന്ധമായിട്ടേ പറയാറുള്ളൂ. ബട്ടർ ചിക്കൻ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയപ്പോഴായാലും നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടിയിരുന്നില്ല. പിന്നെ തക്കാളി കുറച്ചുകൂടെ പച്ച, എല്ലാം സെയിമാ. പച്ച തക്കാളി ലഞ്ചു നല്ല നാടൻ തക്കാളിക്കാണെങ്കിൽ നല്ല പുളിപ്പുണ്ടായിരിക്കും. പുളിപ്പില്ല, ഇതിന് ഒരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ട്. മധുരിപ്പ് ബട്ടർ ചിക്കൻ നോർമലി നല്ല മധുരമായിരിക്കും. പഞ്ചസാര ഞാനിതിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടോ. മധുരം തന്നെ എനിക്ക് വെള്ളപ്പത്തില് കൂട്ടി തിന്നാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായ. അപ്പൊ എല്ലാവരും ആ ഒരു ബട്ടർ പനീർ മസാല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. സന്തോഷം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പൊ ചേട്ടാ ബൈ, സീ യു.